ഹലോ ഗൈസ്, അപ്പോൾ ഭക്ഷണപ്രേമികൾക്ക് പുതിയൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ റമളാൻ 6-7 കിടക്കുന്നു. മാഷാ അല്ലാ, എല്ലാ നോമ്പും നോക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ, മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ സുന്ദര കുട്ടപ്പനായിട്ട് കടന്നിട്ടുണ്ട്. ചിക്കൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ കടന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഏറ്റവും എളുപ്പത്തിലും ടേസ്റ്റും ആയിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 4 ഡ്രാഗൺ മുട്ട, മൈക്രോ ഓവൻ, ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളാണ് വേണ്ടത്. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നോമ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് ചിക്കനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രായക്കാരോടാണ്. അപ്പോൾ എല്ലാവരും നാട് വിട്ടിട്ടും വീട് വിട്ടിട്ടെല്ലാം പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അറിയുന്ന രീതിയിൽ പഠിച്ചെങ്കിൽ നമുക്ക് തന്നെ നല്ലത്. എവിടെ ഒറ്റപ്പെടില്ല. എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനെങ്കിലും പഠിക്കണം. കട്ട് ചെയ്യാനാണെങ്കിലും ഉള്ളി പോലും കട്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പഠിച്ചോ, അല്ലെങ്കിൽ തെണ്ടേണ്ടി വരും. തെണ്ടാൻ കൂടി പഠിക്കണം അല്ലേ? തെണ്ടാനും അറിയത്തില്ല, ജീവിച്ചിട്ട് കാര്യമില്ല. തെണ്ടാനും കൂടി അറിയില്ല, പിന്നെന്ത്? ഇതൊന്നും പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യമല്ല. ഇതൊക്കെ കണ്ട് പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? ഇതൊന്നും ആരും പഠിപ്പിച്ചു തരുന്നതല്ല, കണ്ട് പഠിക്കുന്ന സംഭവങ്ങളല്ല. അറിയുന്നതായിട്ട് ഉണ്ടാക്കുന്നൊന്നുമല്ല, പക്ഷെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ്. ആഗ്രഹത്തിൻ്റെ പുറത്തുണ്ടാക്കുന്നതാണ്. പാങ്ങാവണം. പാങ്ങുണ്ടാവോ പാങ്ങില്ലെന്നൊന്നും അറിയില്ല, പക്ഷെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കി നോക്കണം. ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കന് റെഡിയായി. ചിക്കൻ കഴുകി വെച്ച് കട്ടായിട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് പേസ്റ്റ് ചെയ്യണം. ഒരു കുക്കിംഗ് വ്ളോഗാണ്, നാടകമില്ല ഇതിൽ. ഇവിടെ വെക്കാല. അപ്പോൾ പോതും അല്ല, ഞാൻ ഇങ്ങനെ സേവ വെളുത്തുള്ളി പോതും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യണം. ചോറുണ്ട് ചെപ്പൂടെ അണേ പോകട്ടെ ഇവിടെ. അത് കഴിഞ്ഞില്ല, ചിക്കൻ കഴിച്ചേ. എൻ്റെ കറങ്ങുന്നില്ലല്ലോ മിക്സിൻ്റെ അതേത് ചത്ത ഇത് ഓണമില്ല. ഇതെന്താ ഞായുടെ മാത്രം വള്ളിക്കണോ? അറിയായിട്ടല്ല അത്. ചെറിയ ചെറിയ മിസ്റ്റേക്ക് എല്ലാം പറ്റും. തോറിയത് അത് പ്രശ്നമില്ല. ചെപ്പോ നീ എന്താ മാതിരി പെണ്ണുങ്ങളെ പോലെ മാപ്പിള കണ്ടല്ലായിട്ട്.
എൻ്റെ മാപ്പിള കണ്ടെങ്ക പയ്യത്തോ എൻ്റെ ദായിന റബ്ബേ പോതും അതോടൊപ്പം റിപ്പോർട്ടർ സബ്ഹാൻ മൈക്കുണ്ട്. അപ്പോൾ ഇനെന്ത് ഒരു യൂട്യൂബിൽ ആ വീഡിയോ നോക്കിക്കോട്ട് മറന്ന്. അപ്പോൾ താത്ത പറയുന്നത് ചിക്കനിലേക്ക് ചിക്കൻ പോകാം. ചിക്കൻ കാണിച്ചോളൂ. ചിക്കനിലേക്ക് തൈര് ഇടണം. ഒരു മിനിറ്റ് സ്പൂൺ എടുത്തോ. എന്നിട്ട് കൊഞ്ചം മഞ്ഞൾപ്പൊടി, ഇതിനാണ് പറഞ്ഞത് മഞ്ഞൾ, കൊഞ്ചം മഞ്ഞൾ, പിന്നെ എന്നാ சொன்ன തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ പുളിപ്പുള്ള തൈര് തന്നെയാണ് എൻ്റെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചേർത്തതാണ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ കൊഞ്ചം ഇഞ്ചി വെളുത്തുള്ളി, కొంచెం ఇంచి వెళ్తుల్లి, కొంచెం గరం మసాలా, కొంచెం ഉപ്പിട്ട് ആവശ്യത്തിന്. പിന്നെ ഇടേണ്ടത് മല്ലി പുതിനയാണ്. പുതിന ഇല്ലാത്തത് കൊണ്ട് മല്ലിയില പുതിന ഉണ്ട്, മല്ലി ഇല്ലാത്തത് കൊണ്ട് പുതിനയിൽ ഒപ്പിച്ചു. പിന്നെ എന്നാ ചൊല്ലാണ് ഇനി ഇതെല്ലാം മിക്സ് பண்ணணும். ചിക്കന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ് തൈര് ഇടുന്നത്. ബിരിയാണിക്ക് തൈര് മസ്റ്റാണ്. നല്ലൊരു മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഇങ്ങ കിടങ്ങും വെക്കാം, അങ്ങനെ ഇരിക്കട്ടെ. ഇനി വെങ്കായം കട്ട് ചെയ്യണം. എത്ര വെങ്കായം വേണം? ഞാൻ പറയാം. അപ്പോൾ 5 വെങ്കായം അതെ. അപ്പോൾ വെങ്കായം എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ്. അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് 1 2 3 4 5 6 7 ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളിയുണ്ട്. ഒരു മാക്സിമം 4 എനിക്കറിയില്ല കറക്റ്റ് കണക്കൊന്നും.
കറക്റ്റ് കണക്കൊന്നും അറിയില്ല, ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് അത്ര അറിയും. ആ താത്ത പറഞ്ഞത് 4 ഉള്ളിയാണ്, ഇവിടെ ചെറിയ ഉള്ളി, പിന്നെ ആൾക്കാരും കുറേ ഉണ്ട്. അപ്പോൾ ഇതേ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ കണക്കനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാം. അപ്പോൾ ഉള്ളി കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഉള്ളി കട്ട് ചെയ്ത്, തക്കാളി കട്ട് ചെയ്ത്, ഇനി വേണ്ടത് പച്ചമുളക്. സ്പൈസി വേറൊന്നും ഇടുന്നില്ല, പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സ്പൈസി വേണ്ടവർ കുറച്ചധികം പച്ചമുളക് എടുത്ത് കട്ട് ചെയ്തോ. പച്ചമുളക് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കർ ബിരിയാണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം പറഞ്ഞെങ്കിൽ, നമ്മൾ ഉള്ളിയും ഇത് അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തെടുക്കണം ബിരിയാണീൻ്റെ. നെയ്യ് ഇട്ടെങ്കിൽ സൂപ്പറായിരിക്കും, പക്ഷെ നെയ്യില്ല. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കൊറച്ചിടാം. കാസർഗോഡ് കൊറച്ചേന്ന് അറിയാം. ഇനി നിങ്ങളെന്ന് சொன்னത് ഇത് ബദാമല്ല, മറ്റത് കപ്പലണ്ടി അല്ല, കപ്പലണ്ടി അല്ല, എന്താണ് പറയുന്നത്, മുമ്പ് സൊല്ലും കശുവണ്ടി. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അത് കൊട്ടത്തിച്ച കൊട്ട കൊട്ട ബിരിയാണിക്ക് ഇടാണ്ടെന്ന് തോന്നുമെങ്കിലോ. കൊട്ട ബിരിയാണിക്ക് ഇടാണ്ട് തന്നെ തിന്നെങ്കിലായിരിക്കും. കൊട്ട ബിരിയാണിക്ക് ഇടാണ്ട് തന്നെ തിന്നുക. കൊട്ട കാച്ചി നല്ല വാങ്ങമാണല്ലോ. മുന്തിരി വേണ്ട, മുന്തിരി എനിക്ക് ഇഷ്ടമല്ല. മുന്തിരി ഉണ്ടോ ഒന്നിച്ചുണ്ടാകുന്നില്ല കൊട്ട. ഓരോട് ഞാൻ ചോദിച്ചാൽ മതി. ബദാം അല്ലേ? ബദാമല്ല. എനിക്ക് കൊഞ്ചം ഉള്ളി കഴിയാം. കാച്ചിട്ട് കുറക്കാം.
ഏ ചായക്കോളം വെക്കണോ? കട്ട് ചെയ്തോ. കുറച്ച് കാഴ്ചന് തക്കാളിയാണ് ഉള്ളി ഫ്രൈ ഇതാണോ? ചാക്ക ഇതിലേക്ക് ഉപ്പിടണം. അപ്പോൾ എല്ലാവരും വിശേഷമെല്ലാം ഒന്ന് കമൻറ്റിൽ പറയും. സുഖമൊന്നുമല്ല എല്ലാവർക്കും. അപ്പോൾ എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് സെറ്റാകുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൊണ്ട് കൊടുക്കാം തീൻ്റെ. കൂട്ടിയിട്ട് ഇതാക്കണ്ട, ക്ലോസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അടിച്ചു ഒരു എത്ര ചിക്കൻ്റെ പുറത്തിറങ്ങിയ പാകം ഉണ്ടാക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്ത ഉള്ളിയും ഇട്ട് കൊടുക്കാം. അതിന് കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. എത്ര മണിക്ക് മുടി വന്നു? ഇത് പസിക്കുന്നു നോക്കേ. അതിലേക്ക് ലെമണിട്ട് ഗരം മസാല പൊടിയിട്ട് കുറച്ച് സാധനം പൊളിച്ചു സാധനം മാത്രം പൊളിച്ചു. തലശ്ശേരി ഗരം മസാല
മൈക്ക് പോടല്ലേടാ ഇതില് ആ മൈക്ക് പോടല്ലേ ശരിയാ സാധനം പൊളിച്ചു 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 ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നല്ല ഹിന്ദിലോ അപ്പോൾ ഗരം മസാല പൊടി ഇട്ടിട്ട് മുകളിൽ നിന്ന് മാത്രം ജസ്റ്റ് ഇറക്കിയിട്ട് ഗരം മസാല പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ദമ്മിട്ട് വെക്കാം സെറ്റിലോ അപ്പോൾ കഴിച്ചിട്ട് കാണാം बोली सवाने बिरयानी गुड एक बार बोल मजा एक बार बोल वीडियो नहीं बोल सॉरी मरेगा बोल बोलो क्या है अच्छा है अड्डी आंध्र प्रदेश അടിപൊളി क्या बड़ा मार അടിപൊളി അടിപൊളി बोलो അടിപൊളി अड्डीपोले नाइस नाइस हम वीडियो देखा था कैसे वीडियो भाई अडिपोले